എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോന്റെ ഇന്നർ വേൾഡ് ആണ്. സോ അവിടെ നമ്മുടെ ഇച്ചിഗോയും അതുപോലെ തന്നെ വൈറ്റും കൂടെ വലിയൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുകയാണ്. നമ്മുടെ വൈറ്റ് ആണെങ്കിൽ ഇച്ചിഗോനെ ഓവർ പവർ ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ തന്റെ ബൻകായ് ഫോം റിലീസ് ചെയ്യുകയാണ്. ഇച്ചിഗോ മാത്രമല്ല ഇത് കണ്ട് കുറച്ചൊക്കെ ദേഷ്യം വന്ന നമ്മുടെ വൈറ്റും ആണെങ്കിൽ തന്റെ ബൻകായ് ഫോം റിലീസ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആകുകയാണ്. വൈറ്റ് ബൻകായ് ഫോം റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റിന് ഒരുപാട് സ്പീഡ് വരുന്നു. കണ്ട് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയാണ് എന്റെ ബൻകായ് ഫോം റിലീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്? അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇത് കേട്ട നമ്മുടെ വൈറ്റ് ഇച്ചിഗോനെ കളിയാക്കി പറയുകയാണ്, ഹേ ഇച്ചിഗോ, സത്യം പറഞ്ഞ നിന്റെ പേര് ഇച്ചിഗോ എന്നല്ല വരേണ്ടത്, തുച്ചിഗോ എന്നാണ്. നീ തന്നെയല്ല ഞാൻ. അപ്പൊ എനിക്കും അത് റിലീസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലേ? പൊട്ടനാണോ? സോ പിന്നീട് സീൻ ചേഞ്ച് ആവുകയാണ്. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഇപ്പൊ ക്യാപ്റ്റൻ കുച്ചികന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇച്ചിഗോ തന്നെ ഒന്ന് പേടിച്ചു പോവുകയാണ്. കാരണം ക്യാപ്റ്റൻ കുച്ചിക്ക് ഇവിടെ എന്തുവാണ് പരിപാടി എന്ന് നമ്മുടെ ഇച്ചിഗോ ചിന്തിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ കുച്ചിക്കാണെങ്കിൽ തന്റെ പെറ്റൽ അറ്റാക്ക് നമ്മുടെ ഇച്ചിഗോന്റെ നേരെ വിടുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നമ്മുടെ ഇച്ചിഗോ അറ്റാക്ക് ഡോഡ്ജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അറ്റാക്ക് തടുത്തെന്ന് കണ്ട നമ്മുടെ ക്യാപ്റ്റൻ കുച്ചിക്കാണെങ്കിൽ തന്റെ പെറ്റൽ ടെക്നിക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മുടെ ഇച്ചിഗോനെ നേരെ വിടുകയാണ്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ ഒരുപാടധികം സ്ട്രഗിൾ ചെയ്തിട്ട് അതൊക്കെ തടുക്കുന്നുണ്ട്. സോ അതേ സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോ അവിടെ നിന്ന് തെറിച്ച് പോവുകയാണ്. സോ നമ്മുടെ ഇച്ചിഗോ തന്നെ ഒന്ന് ചിന്തിക്കുകയാണ്, ഈ ബാക്കിയ കുച്ചിക്ക് എങ്ങനെയാണ് ഇത്രയധികം പവർഫുൾ ആയത്? നേരത്തെ ഇത്രയധികം പവർഫുൾ അല്ലായിരുന്നല്ലോ. മുമ്പിൽ കിടക്കുന്ന ഇച്ചിഗോനെ നോക്കിക്കൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ കുച്ചിക്ക് കളിയാക്കി പറയുകയാണ്, ഇച്ചിഗോ, എനിക്ക് നിന്റെ കാര്യം ആലോചിക്കാൻ നേരത്തെ എനിക്ക് പശ്ചാത്താപമാണ് വരുന്നത്. ഇഷ്ടം പോലെ പവർ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ അറിയാത്ത ഒരു പൊട്ടനായിട്ടുള്ള ഒരു മണ്ട. ഇച്ചിഗോ, നീ നിന്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക, എന്നിട്ട് നീ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലാതെ ഈ പൊട്ടമണ്ടത്തരം ചെയ്യാതെ നീ. ഇച്ചിഗോ ഇപ്പോഴും വളരെയധികം കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. കാരണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഇച്ചിഗോയ്ക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ സീൻ മാറിയിട്ട് നമ്മുടെ ഇന്നർ വേൾഡ് കാണിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. അവിടെ നമ്മുടെ ഇച്ചിഗോയും അതുപോലെ തന്നെ വൈറ്റും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് അവിടെ നടക്കുന്നത്. ഇച്ചിഗോ, നിനക്ക് ഒരിക്കലും എന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം ഞാൻ നീ തന്നെയാണ്. നിന്റെ ഒരു ബാഡ് സൈഡാണ്. നിന്റെ സൈഡിനെ തന്നെ നിനക്ക് എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് നമ്മുടെ വൈറ്റ് പറയുന്നു. കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ അന്നേരം തന്നെ ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന നമ്മുടെ ഇച്ചിഗോ തന്റെ ബൻകായുടെ ഒരു ടെക്നിക്കായിട്ടുള്ള ഇതിന് നേരെ വിടുന്നു. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണിത്. സോ ഇത് നമ്മുടെ വൈറ്റ് ആണെങ്കിൽ തന്റെ കൈ ഉപയോഗിച്ച് തന്നെ തടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഇച്ചിഗോയ്ക്ക് പോലും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അവന്റെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് വെച്ചാൽ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇപ്പൊ അവന്റെ നേരെ വിട്ടത്. അതുവരെ അവൻ ഈസി ആയിട്ട് തന്നെ തോൽപ്പിക്കുകയാണ്. നമ്മുടെ വൈറ്റ് ഓടി വന്ന് നമ്മുടെ ഇച്ചിഗോനെ ആക്രമിക്കുകയാണ്. നിന്റെ അറ്റാക്ക് എന്ന് പറയുമ്പോൾ എന്റെ അറ്റാക്കും കൂടെ തന്നെയാണ്. നിനക്ക് ആ അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. സോ അന്നേരം തന്നെ ആ സെയിം അറ്റാക്ക് നമ്മുടെ ഇച്ചിഗോ വീണ്ടും റിലീസ് ചെയ്യുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ റിയൽ വേൾഡിൽ നമ്മുടെ ഇച്ചിഗോ പെതുക്കെ ആയിട്ട് ഹോളോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിഗോന്റെ സ്പിരിച്വൽ പ്രഷർ അവിടെ വെച്ച് വളരെയധികം കൂടുകയാണ്. നമ്മുടെ വൈറ്റ് സോട്ട്സ് ആണെങ്കിൽ ഇച്ചിഗോനെ എങ്ങനെയെങ്കിലുമൊക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ലിസ ഇച്ചിഗോന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ലിസേനെ കൊണ്ട് സാധിക്കുന്നില്ല. സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ കെൻസയൊക്കെ ഫൈറ്റിലോട്ട് എൻ്റർ ആകുന്നുണ്ട്. വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മുടെ ഇച്ചിഗോനെ ഒന്ന് പിടിച്ചു നിർത്താൻ വരെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇച്ചി മനസ്സിൽ വിചാരിക്കുകയാണ്, ഹേ ഇച്ചിഗോ, നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യും, അല്ലെങ്കിൽ നീ പെതുക്കെ തന്നെ നീ ഒരു ഹോളോ ആയിട്ട് മാറും. പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. പിന്നെ നീ ഒരു ഹോളോ ആയിരിക്കും. പിന്നെ നിന്റെ പേഴ്സണാലിറ്റി നിനക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കത്തില്ല. നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒരുപാടധികം മുറിവുകൾ ഏൽക്കുന്നു. നോക്കുന്ന സമയത്ത് നേരത്തെ അവസാനമായിട്ട് ഒരു ബൻകായ് വിട്ടില്ലേ, അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇച്ചിഗോ അല്ലായിരുന്നു വിട്ടിരുന്നത്, അത് നമ്മുടെ വൈറ്റ് ആണെങ്കിൽ ഇച്ചിഗോന്റെ ഓരോ ടെക്നിക്സും കോപ്പി ചെയ്ത് നമ്മുടെ ഇച്ചിഗോനെ നേരെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ അടുപ്പിച്ച് നടന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ഇപ്പോൾ ഒരുപാടധികം വിഷമത്തിലാണ്. സോ അത് മാത്രമല്ല നമ്മുടെ വൈറ്റ് ഓടി വന്ന് ബൻകായ് ഫോമിൽ ഇരിക്കുന്ന സംഘബത്തുവിലോട്ട് തൊടുകയാണ്. സോ അന്നേരം തന്നെ അതെല്ലാം അങ്ങ് പൊടിഞ്ഞു പോവുകയാണ്. ആ സംഘബത്തു അവിടെ വെച്ച് ഡിസ്ട്രോയ് ആയി പോവുകയാണ്. സോ ഇതെല്ലാം കൂടെ ആയപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു നമ്മുടെ ഇച്ചിഗോ ചിന്തിക്കുക. പെട്ടെന്ന് തന്നെ സീൻ കട്ട് ചെയ്യുകയാണ്. ഇച്ചിഗോന്റെ മുന്നിൽ ഇപ്പം ജിൻ കാര്യ എന്ന് പറഞ്ഞ ഒരു പുതിയ ക്യാരക്ടർ സോൾ സൊസൈറ്റിയിലെ ഹിസ്റ്ററിയിലെ തന്നെ വളരെയധികം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വാമ്പയർ ആണ്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നമ്മുടെ ഇച്ചിഗോയ്ക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല. ഇച്ചിഗോയ്ക്ക് മനസ്സിലാകുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇങ്ങോട്ടൂടെ ഫൈറ്റ് ചെയ്യണം. സോ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, എൻ്റെ ഈ സംഘബത്തും ഇല്ല ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയെന്ന്. സോ അന്നേരം തന്നെ മറ്റേ കിരിയോ എന്ന് പറഞ്ഞാൽ അങ്ങേരെ ഓടി വന്നിട്ട് നമ്മുടെ ഇച്ചിഗോന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് വലിച്ച് അടിച്ച് തറയിലേക്ക് ഇടുകയാണ്. സോ സംഘബത്തും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ അവിടെ തന്നെ കിടക്കുകയാണ്. കാര്യം നമ്മുടെ ഇച്ചിഗോനെ ഒറ്റ അടിക്ക് തന്നെ അടിച്ച് തറയിലിട്ടല്ലോ. വേൾഡിലേക്ക് സീൻ കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഇച്ചിഗോ അങ്ങനെ ഫൈനലി സലണ്ടർ ആകുകയാണ്. വൈറ്റിന് ഒരുപാടധികം പശ്ചാത്താപം വരികയാണ്. ഇച്ചിഗോ പെട്ടെന്ന് തന്നെ തോറ്റു കൊടുത്തല്ലോ എന്നുള്ള ഒരു രീതി നമ്മുടെ വൈറ്റിന്റെ മനസ്സിലുണ്ട്. സോ ഇച്ചിഗോ ഒരു പൊട്ടനെന്നാണ് നമ്മുടെ വൈറ്റ് ഇപ്പൊ വിചാരിക്കുന്നത്. ഞാനാണ് നിന്റെ രാജാവ്. രാജാവ് പറയുന്നത് പട
പടയാളി കേൾക്കണം നിയമം. രാജാവ് എപ്പോഴും കൊമ്പത്തിൽ തന്നെ നിൽക്കും. മാരായിട്ടുള്ള പടയാളികൾ രാജാവ് പറയുന്നത് കേൾക്കും. പറയുന്നത് ലംഘിച്ചാൽ അവർക്ക് മരണമായിരിക്കും. നമ്മുടെ വൈറ്റ് ആണെങ്കിൽ ഇച്ചിഗോന്റെ വയറ്റിലേക്ക് തന്റെ സമ്പത്ത് കുത്തി ഇറക്കുകയാണ്. ഇച്ചിഗോയ്ക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുന്നില്ല. അത് മാത്രമല്ല നമ്മുടെ ഇച്ചിഗോന്റെ ശരീരത്ത് ഒരുപാടധികം മുറിവുകളും വരികയാണ്. നമ്മുടെ റിയൽ വേൾഡ് ആണ്. സോ അവിടെ വൈസോഡ് ഗ്രൂപ്പ്സ് എല്ലാം കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ഇച്ചിഗോനെ തടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓരോ സെക്കൻഡ് കഴിയാൻ നേരത്ത് നമ്മുടെ ഇച്ചിഗോ വളരെയധികം പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോളോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇച്ചിഗോ. സോ അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഇച്ചിഗോനെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് പോലും ഉറപ്പൊന്നുമില്ല. നമ്മുടെ ഇച്ചിഗോന്റെ കെൻസന്റെയും ഒരു വലിയ ഫൈറ്റ് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കെൻസ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇച്ചിഗോന്റെ ദേഹത്ത് മുറിവുകൾ ഏൽക്കുന്നുണ്ടെങ്കിലും അത് വളരെയധികം വേഗത്തിൽ തന്നെ അത് ഹീൽ ആകുകയാണ്. സമയത്ത് നമ്മുടെ കെൻസ വരെ ഒന്ന് ഞെട്ടിപ്പോക്കും. കാരണം ഹോളോ ആയി മാറി ഇച്ചിഗോന്റെ റീജനറേഷൻ എനർജി അത് വളരെയധികം കൂടുതലാണ്. അന്നേരം തന്നെ ആ ഹോളോ ആയിട്ടുള്ള ഇച്ചിഗോ ആണെങ്കിൽ ഇവനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. സോ അന്നേരം തന്നെ ഇവൻ എന്തോ ഒരു തരത്തിലുള്ള ഒരു സ്പെഷ്യൽ അറ്റാക്ക് ഇവന്റെ കയ്യിൽ എടുക്കുന്നുണ്ട്. സോ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോന്റെ കൈ മുഴുവനായിട്ടും ഒരു ഹോളോന്റെ പോലെ ആയിട്ടുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഷോക്ക് ആവുകയാണ്. സോ നമ്മുടെ കെൻസ ആണെങ്കിൽ അവന്റെ ഫുൾ പവർ എടുത്തിട്ട് നമ്മുടെ ഇച്ചിഗോനെ ആക്രമിക്കാൻ വേണ്ടി റെഡിയാണ്. നമ്മുടെ സിഞ്ചി പറയുകയാണ്, ഹേ കെൻസെ, നിന്റെ അറ്റാക്ക് കൊണ്ടൊന്നും അവനെ തടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം അവന് ഒരുപാടധികം പവർഫുൾ ആണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ പവർഫുൾ ആണ്. ബാക്കിയുള്ളവരും ഹോളോ ഇച്ചിഗോയുടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ വേണ്ടി അങ്ങ് തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും നമ്മുടെ ഇന്നർ വേൾഡിലാണ്. സോ അവിടെ നമ്മുടെ ഇച്ചിഗോനെ എത്തിക്കുകയാണ്. സോ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ തന്നെ മരണ കണ്ണിൽ കൂടെ കാണുകയാണ്. നമ്മുടെ ഇച്ചിഗോന്റെ ഒരുപാടധികം പാസ്റ്റ് കണ്ണിൽ നിന്ന് മറിഞ്ഞു വരുന്നു. എല്ലാ ഫൈറ്റിലും തന്റെ സമ്പത്തുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒരു കാര്യം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. സങ്കട്സു അഥവാ വൈറ്റ് അതിൻ്റെ പവർ വൈറ്റും അതുപോലത്തെ ഒരു പവർ തന്നെയാണ്. സോ വൈറ്റ് തന്നെ കൊല്ലാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്, പകരം തന്നെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇച്ചിഗോയ്ക്ക് മനസ്സിലാകുകയാണ്. ഫൈനലി ആ കാര്യം കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കുകയാണ്. തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഇച്ചിഗോനെ ഹെർട്ട് ചെയ്യത്തില്ലെന്നും നമ്മുടെ ഇച്ചിഗോ മനസ്സിലാക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ വൈറ്റിൻ്റെ കൂടെ എതിർത്ത് വിധിക്കാൻ വേണ്ടി ഇച്ചിഗോ തീരുമാനിക്കുകയാണ്. ശരീരത്തിൽ കുത്തിയിട്ടുണ്ടായിരുന്ന ആ സമ്പത്തും ഉണ്ടല്ലോ, അത് നമ്മുടെ ഇച്ചിഗോ വലിച്ചൂടുകയാണ്. ഇച്ചിഗോന്റെ വയറ്റത്ത് കുത്തിയിട്ടുണ്ടായിരുന്ന ആ വാളിന്റെ അവിടെ നിന്ന് വളരെയധികം ബ്ലാക്ക് കളറുള്ള ഒരു സാധനമായിരുന്നു. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ വൈറ്റ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 5 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് തന്നേക്കുക. കുറച്ചേറെ കൺഫ്യൂഷൻ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സോ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. സോ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. ബ്ലബ്ല അടിച്ച് ഞാൻ നിങ്ങളുടെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.